അജയേട്ടാ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്തുകൊണ്ട് ഒരു വെക്കേഷൻ ലൈഫിൽ വേണം എന്നുള്ളത്, അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു ട്രെൻഡ് വന്നത്, അല്ലെങ്കിൽ യാത്ര എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറിയത്, ഒരു ഹാബിറ്റ്വൽ കാര്യമായി മാറിയത്. നമുക്ക് പണ്ടൊന്നും യാത്രകൾ എന്ന് പറയുമ്പോൾ പൈസയായിരുന്നു അതിൻ്റെ മാനദണ്ഡം. നമ്മൾ പൈസയുണ്ട്, നമുക്കൊരു സർപ്ലസ് മണി, എക്സസ് മണി വരുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു യാത്ര ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾക്ക് അങ്ങനെയല്ല. ലോകത്തിലേക്കുള്ള എത്ര വലിയ യാത്രകളായാലും ഇതൊന്നും എല്ലാം തന്നെ പൈസ ഉണ്ടാക്കി യാത്ര ചെയ്യുന്നതല്ല. യാത്ര നമുക്ക് തരുന്ന ഒരു റിലാക്സ്, അല്ലെങ്കിൽ ഒരു റിഫ്രഷ്മെൻറ്റ്, ഒരു റിജുവിനേഷൻ ഒക്കെയാണ്. ആ ആ നമ്മുടെ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസി ലൈഫിൽ നിന്നും, ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അടിച്ചുള്ള ഒരു മൂവ്മെൻറ്റിൽ നിന്നും നമ്മളൊരു ബ്രേക്ക് എടുത്ത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും മാറി വേറൊരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ മൈൻഡിന് തരുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഞാനത് റിയലി എക്സ്പീരിയൻസ് ചെയ്തത് എൻ്റെ ലാസ്റ്റ് സ്കാൻഡിനേവിയൻ ട്രിപ്പിൽ നോർവേയിൽ പോയപ്പോഴാണ്. നോർവേയിൽ നമ്മൾ ബസ്സിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും നമ്മളെ ഈ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഇതിന് നോർവേ തന്നെ പോകണമെന്നില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വയനാട്ടിലെ തിരുനെല്ലിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തു നിന്നാണ്. ഫോറസ്റ്റാണ്, ഒരുപാട് തേക്ക് മരങ്ങളും അതിൻ്റെ സെൻറ്ററിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. വന്യമൃഗങ്ങളും ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ ഇരുന്നുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടും. നിർബന്ധമായും നിങ്ങൾ യാത്ര ചെയ്യണം. നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച്, നിങ്ങൾക്കൊരു ബീച്ചാണ്, ഒരു കടൽക്കരയിൽ ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു കടൽ തീരത്തുള്ള റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ട്, അല്ലെങ്കിൽ ഒരു ഫ്രീ മൈൻഡ് തരുന്നെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു മൗണ്ടെയിനിൽ പോകുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മൗണ്ടെയിൻ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അല്ലെങ്കിൽ ഒരു റിവറിൻ്റെ സൈഡിൽ, ഒരു പുഴക്കരയിൽ, നാട്ടിൻപുറത്തുള്ള ഒരു പുഴയുടെ കരയിലാണ് നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് വെക്കേഷൻ എന്ന് പറയാം. ഇതുമൊക്കെ വളരെ നിസാരമായ ചിലവിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മനസ്സിനെ സ്വാന്തനപ്പെടുത്താൻ, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാൻ തീർച്ചയായും യാത്ര ഒരു അവിഭാജ്യ ഘടകം തന്നെ.